വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം കാറിൽ നിന്നും ഭാമ ഇങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോൾ പപ്പിമോളാണെങ്കിൽ അവിടെ ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്നു. അന്നേരം ഹായ് സത്യാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഓടിച്ചെന്ന് ഭാമയെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം സത്യാമ്മ ചോദിക്കുന്നുണ്ട്, പപ്പിമോളുടെ കൈയുടെ മേലായികയൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ മാറി സത്യാമ്മയെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ഭാമയുടെ സ്നേഹത്തോടെയുള്ള കുട്ടിയോട് സംസാരിക്കുന്നതും ഒക്കെ ശാരദാമ്മ ഇങ്ങനെ ഉമ്മറത്ത് നിന്ന് ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. എന്നിട്ട് അവരെ അകത്തേക്ക് കയറുകയാണ്. അതിനുശേഷമാണ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട്, ഞാൻ വന്നത് ശ്യാമയെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെയാണ്. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ അങ്ങനെ അങ്ങ് തീർക്കാമല്ലോ എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് ഏറെ സന്തോഷമാവുന്നുണ്ട്. ശാരദാമ്മ അങ്ങനെ നിൽക്കുകയാണ്. അതായത് പഴയ സത്യഭാമയായിരുന്നെങ്കിൽ ഇങ്ങനെ വരികയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നല്ലോ. അപ്പോൾ ഭാമ ഒരുപാട് മാറിയതും ആ ഭാമയുടെ ഇടപഴകലും ഒക്കെ ശാരദാമ്മയ്ക്ക് അങ്ങ് ഏറെ ഇഷ്ടമാകുന്നുണ്ട്. ഇത്രയുമേ ആ ഒരു പ്രൊമോ സീനിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ശ്യാമയെ വിളിക്കുമ്പോഴിനി ശ്യാമ എന്ത് പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്യാമ വീണ്ടും എടുത്തടിച്ച പോലെ ശാലിനിയോട് ഭാമ സ്നേഹം കാണിക്കുന്നു, ശ്യാമയോട് കാണിക്കുന്നില്ല, അങ്ങനെയുള്ള രീതിക്കൊക്കെ സംസാരിച്ച് വീണ്ടും ഭാമയെ ചൂടുപിടിപ്പിക്കുകയാണെങ്കിൽ ചർച്ച എങ്ങും എത്താതെ തിരിച്ചു പോവുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നല്ല രീതിക്കാണെങ്കിൽ അവിടെ ശ്യാമയ്ക്കും കൂടി ഒത്തു പോകാവുന്നതേ ഉള്ളൂ. എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കണം വിഷ്ണു ആണെങ്കിൽ കളക്ട്രേറ്റിലേക്ക് ചെല്ലുന്നതും അവിടെ വെച്ച് ശാലിനി ഇങ്ങനെ ചോദിക്കുന്നതുമൊക്കെ. അത്രയും നേരം ശാലിനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വിഷ്ണുവിനോടൊന്നും ചോദിക്കുന്നുമില്ല. പക്ഷേ ഓഫീസിൽ വെച്ച് വിഷ്ണുവിനെ കാണുമ്പോൾ ഓഫീസിൽ വിഷ്ണു ചെല്ലുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കാനല്ലേ മധുരയിൽ പോയതെന്നുള്ളത്. അതിനുശേഷമാണ് വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൂട്ടി ഈ രേഷ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതൊക്കെ. എന്നിട്ട് രേഷ്മയോട് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിഷ്ണു പോയത് ഒരു ചികിത്സയുടെ ആവശ്യത്തിന് എന്നോണം ആണെന്ന് തോന്നുന്നു. അത് കാണിക്കുന്നില്ല. ഒരു എക്സ്റേ ഒക്കെയാണ്, സ്കാൻ ചെയ്ത റിപ്പോർട്ടൊക്കെയാണ് വിഷ്ണു കൂടെ ഇങ്ങനെ ഓർമ്മിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി രേഷ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ രേഷ്മയുടെ മുമ്പിൽ വെച്ച് ഇനി കാര്യങ്ങളൊക്കെ പറയുമോ എന്നുള്ളത്. പക്ഷെ അവിടെ വെച്ചാണ് ശാലിനിക്ക് ഒരു അടി വിഷ്ണു കൊടുക്കുന്നതൊക്കെ. അതൊരു പ്രൊമോ സീനിൽ എന്ന പോലെ വന്നിട്ടുണ്ട്. അന്നേരം ശാലിനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും. പക്ഷേ വിഷ്ണുവിന് ഈ ഒരു ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ശാലിനിയോട് പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്നൊളിക്കുമ്പോഴാണ് അടുത്തടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. എന്താകുമെന്നുള്ളത് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.